ഭവന വായ്പയുടെ EMI റെന്റ്. ലോ വേഴ്സസ് അറിവുകൾ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഭവന വായ്പ എടുത്താൽ അടയ്ക്കുന്ന EMI കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. സ്വന്തമായി വീട് ഉണ്ടായിരിക്കുക എന്നുള്ളത് എല്ലാവർക്കും ആവശ്യമാണ്. ഒന്നാമതായി വീട് സുരക്ഷിതത്വം പ്രദാനം ചെയ്യും. രണ്ടാമതായി വീടിൻ്റെ ഘടനയും ലൊക്കേഷനും ഒരാളുടെ സാമ്പത്തിക സ്ഥിതിയെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. മൂന്നാമതായി വീട് ഒരു ആസ്തി അഥവാ അസറ്റാണ്. കച്ചവടത്തിനും വ്യാവസായിക ആവശ്യങ്ങൾക്കും മറ്റും വായ്പ എടുക്കേണ്ടി വരുമ്പോൾ സ്വന്തമായി വീടുള്ളത് വായ്പ ലഭിക്കുന്നത് എളുപ്പമാക്കും. സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് ഓരോ വിഭാഗത്തിൽപ്പെട്ടവർക്കും വീട് സ്വന്തമാക്കുക എന്നുള്ളത് വ്യത്യസ്തമായിരിക്കും. ഉദാഹരണത്തിന് സാമ്പത്തികമായി വളരെ ഉയർന്ന നിലയിൽ ഉള്ളവർക്ക് വീട് സ്വന്തമാക്കുക എന്ന് എളുപ്പമായിരിക്കും. ഇടത്തരക്കാർ ആയവർക്ക് നല്ല ശമ്പളവും കുറച്ച് അസറ്റ്സും ഉള്ളവർക്ക് താരതമ്യേന എളുപ്പത്തിൽ വീട് സ്വന്തമാക്കാം. എന്നാൽ മാസ ശമ്പളത്തെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന സാധാരണ ജോലിക്കാർക്ക് സ്വന്തമായി ഒരു വീട് തരപ്പെടുത്തുക എന്നുള്ളത് വളരെ കരുതലോടും ശരിയായ സാമ്പത്തിക ആസൂത്രണത്തിലൂടെയും ആവണം. അവരുടെ മാസ ശമ്പളം, ജോലിയുടെ സുരക്ഷിതത്വം, പ്രൊമോഷൻ ലഭിക്കാനുള്ള സാധ്യത തുടങ്ങിയവ പരിഗണിച്ചതിന് ശേഷം ജീവിത പങ്കാളിയുടെ ജോലി വരുമാനവും മാസം തോറും നീക്കിവെക്കാൻ അഥവാ സേവ് ചെയ്യാവുന്ന തുക എന്നിവയും കൂടി കണക്കെടുത്തിട്ട് വേണം തീരുമാനിക്കാൻ. ഒരു വീട് സ്വന്തമാക്കുക എന്നുള്ളത് ഏതൊരു മനുഷ്യൻ്റെയും സ്വപ്നവും ആഗ്രഹവുമാണ്. അതിനുവേണ്ടി ജനങ്ങൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് ബാങ്കുകളിൽ നിന്നുള്ള വായ്പയാണ്. ഭവന വായ്പ വ്യാപകമായി ബാങ്കുകൾ നൽകുവാൻ തുടങ്ങിയതോടുകൂടി സാധാരണക്കാർക്ക്, പ്രത്യേകിച്ച് മാസശമ്പളക്കാർക്ക് വീട് സ്വന്തമാക്കുക എന്നുള്ളത് വളരെ എളുപ്പമായി. അടുത്ത കാലത്തായി കേരളത്തിലെ ബാങ്കുകളിലെ വായ്പയുടെ ഘടന നോക്കിയാൽ ഭവന വായ്പ, വാഹനങ്ങൾക്കുള്ള വായ്പ, വിദേശ പഠനത്തിനുള്ള വായ്പ എന്നുള്ളവയായിരിക്കും സിംഹഭാഗവും. 80കളിൽ തുടങ്ങിയ ഗൾഫ് ബൂം കാലഘട്ടം ഭവന വായ്പയുടെ സുവർണ കാലഘട്ടമായിരുന്നു. യുവജനങ്ങൾ യൂറോപ്പിലേക്കും മറ്റും ചേക്കാറാൻ തുടങ്ങിയതോടുകൂടി ഗ്രാമങ്ങൾ ഇപ്പോൾ പഴയതുപോലെ വീടുപണി നടക്കുന്നില്ല. കൊറോണയും ഒരു പരിധിവരെ വീട് നിർമ്മാണത്തെ ബാധിച്ചിരുന്നു. നിലവിൽ പൊതുമേഖലാ ബാങ്കുകൾ, സ്വകാര്യ ബാങ്കുകൾ, ഭൂപണയ ബാങ്കുകൾ, സഹകരണ ബാങ്കുകൾ തുടങ്ങിയവയാണ് ഭവന വായ്പകളിൽ ഭൂരിഭാഗവും കൈകാര്യം ചെയ്യുന്നത്. താരതമ്യേന കുറഞ്ഞ പലിശ നിരക്കിൽ ഭവന വായ്പ നൽകുന്നത് പൊതുമേഖലാ ബാങ്കുകളാണ്. ഭവന നിർമ്മാണത്തിൻ്റെ മൊത്തം വരുന്ന ചെലവിൻ്റെ 80% മുതൽ 90% വരെ ബാങ്കുകൾ വായ്പ അനുവദിക്കാറുണ്ട്. അതുപോലെ വായ്പ തിരിച്ചടവിൻ്റെ കാലാവധി പല ബാങ്കുകൾക്കും വ്യത്യസ്തമാണ്. തിരിച്ചടവിൻ്റെ കാലാവധി കൂടുന്തോറും മാസം തോറും അടയ്ക്കേണ്ടി വരുന്ന തവണത്തുക അഥവാ EMI കുറയുകയും ചെയ്യും. പ്രത്യേകിച്ച് മാസശമ്പളം ലഭിക്കുന്നവർക്ക് EMI തുക അവരുടെ മാസശമ്പളത്തിൻ്റെ നിശ്ചിത ശതമാന പരിധി ഓരോ ബാങ്കുകളും നിശ്ചയിച്ചിട്ടുള്ളതിനാൽ കുറഞ്ഞ EMI ആണ് അഭികാമ്യം. മാസം തോറുമുള്ള EMI പേയ്മെൻറ്റ് ഓരോ ബോറോവർക്കും ഒരു കമ്മിറ്റ്മെൻ്റാണ്, കാലാവധി തീരുന്നതുവരെ. ഇതിനിടയ്ക്ക് ജോലിക്ക് എന്തെങ്കിലും തടസ്സം നേരിടുന്നത് ഓരോരുത്തർക്കും അവരുടെ സാമ്പത്തിക നിലവാരമനുസരിച്ച് വലിയ ബുദ്ധിമുട്ടും മാനസിക സംഘർഷവും ഉണ്ടാക്കും. പ്രത്യേകിച്ച് സ്വകാര്യ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്കും IT പ്രൊഫഷണൽസിനും. കൊറോണ കാലത്ത് ഇത് നമ്മൾ തിരിച്ചറിഞ്ഞതാണ്. അക്കാലത്ത് മേജർ സിറ്റികളിലെല്ലാം ധാരാളം വീടുകളും ഫ്ലാറ്റുകളും വിൽപ്പനയ്ക്കിട്ടിരുന്നു. ഏറ്റവും സേഫ് ആയിട്ടുള്ളത് വായ്പ എടുക്കുന്ന തുകയുടെ EMI മാസം തോറും അടയ്ക്കേണ്ടി വരുന്ന റെൻറ്റിനോട് അടുത്തുള്ളതാണ്. അതായത് ഭവന നിർമ്മാണ ചിലവിന് വേണ്ടി ലഭിക്കാവുന്ന തുക മുഴുവനും വായ്പ എടുക്കാതെ കഴിയുന്നിടത്തോളം സേവ് ചെയ്ത് പണം ഉണ്ടാക്കിയതിന് ശേഷം അത് തികയാതെ വരുന്ന തുക ഭവന വായ്പ എടുക്കുകയും ചെയ്താൽ മാസം തോറുമുള്ള EMIയിൽ ഗണ്യമായ കുറവ് വരുത്തുവാൻ സാധിക്കും. ഒരു വ്യക്തി ജോലിയിൽ പ്രവേശിക്കുമ്പോൾ തുടങ്ങി കല്യാണവും കുടുംബവും ഒക്കെ ആയി സെറ്റിലാവുന്നതുവരെ ഉള്ള കാലഘട്ടം ഏറ്റവും കൂടുതൽ പൈസ സേവ് ചെയ്യാൻ സാധിക്കുന്നത്. അങ്ങനെ ചെയ്യുന്ന തുക ബാങ്ക് FD, മ്യൂച്വൽ ഫണ്ട്, ഇൻവെസ്റ്റ്മെൻറ്റ്, റിയൽ എസ്റ്റേറ്റ്, ഗോൾഡ്, ഇക്വിറ്റി മാർക്കറ്റ് തുടങ്ങിയവയിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അപ്രകാരം സമാഹരിക്കുന്ന തുകയും അതിൽ നിന്ന് വർഷാവർഷങ്ങൾ ലഭിക്കുന്ന വരുമാനവും കൂടിയാകുമ്പോൾ നല്ലൊരു സംഖ്യ വീട് വാങ്ങുവാൻ സമയത്ത് കയ്യിലുണ്ടാവും. അതുവഴി ഭവന വായ്പ തുക വളരെയധികം പരിമിതപ്പെടുത്തുകയും മാസം തോറുമുള്ള EMI വാടക വീടിന് കൊടുക്കേണ്ടി വരുന്നത് റെൻറ്റിനേക്കാൾ കുറഞ്ഞതോ അതല്ലെങ്കിൽ അതിനടുത്ത തുകയോ ആയി തീരും. അങ്ങനെ വരുമ്പോൾ മാസശമ്പളത്തിൽ നിന്നും EMI അടച്ചതിന് ശേഷം കുറച്ചെങ്കിലും സേവ് ചെയ്യാനും
അതുവഴി ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുകയും ചെയ്യുകയാണെങ്കിൽ ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന എമർജൻസി ചിലവുകൾ, കുട്ടികളുടെ ഉയർന്ന പഠനത്തിനുള്ള ചിലവുകൾ തുടങ്ങിയവയ്ക്ക് ഉപയോഗപ്പെടുത്തുവാൻ സാധിക്കും. നിങ്ങളുടെ സംശയങ്ങളും മറ്റും കമൻറ്റ് ബോക്സിൽ ഇടുകയാണെങ്കിൽ മറുപടി ലഭിക്കുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.